എന്ത് തട്ടിപ്പാണ് ഞാൻ നടത്തുന്നത് എന്നാണ് എനിക്കറിയുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് ഫേസ് യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഐ ഗോട്ട് സർട്ടിഫൈഡ് ഫ്രം ഹൗസ് ഓഫ് ബ്യൂട്ടി. നോക്കിക്കോളൂ. എന്തിന്റെ ബേസിലാണ് തട്ടിപ്പ് അല്ലെങ്കിൽ ഉടായിപ്പ് എന്ന രണ്ട് വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊന്നും എനിക്കറിയണം. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ ഞാനിപ്പം സർട്ടിഫൈഡ് ഒന്നും ആവാതെ ഞാൻ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരു ഉടായിപ്പ് പരിപാടിയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. മുംബൈ, ഡൽഹിയിലൊക്കെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർ പാർട്ടായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ അതറിയാം. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി ഫേസ് യോഗ പൗരാണികമായിട്ടുള്ള ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് സർ. ഞാനിത് കണ്ടുപിടിച്ച എന്റെ അസൂയാണ് സർ. പൗരാണികമായിട്ടുള്ളത് എന്നല്ല, ഒരു 90കളിലെയൊക്കെ പുസ്തകങ്ങളിൽ പോലും നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ യാതൊരു സാധ്യതയില്ല. നീ എന്തോന്ന് കണ്ടുപിടിച്ചെന്നായി പറയുന്നത്? ഞാൻ മാത്രമല്ല ഫേസ് യോഗയുടെ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി കേരളത്തിൽ. എന്തുകൊണ്ട്? വൈ മീ? അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. എനിക്ക് അങ്ങനെ തോന്നി. മേ ബി ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണോ അതെനിക്കറിയില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് 2000-ന് ശേഷം ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഓതന്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇപ്പം ഈ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് തന്നെ ഫേസ് എക്സസൈസിലാണ്, അല്ലാതെ ഫേസ് യോഗയിലല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഫേസ് യോഗ ക്ലാസ്സും എല്ലാവരും നിർത്തട്ടെ. ഫുമിക്ക് തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും നിർത്തട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. ഇനി ആവശ്യമില്ലാതെ ഒരു പോസ്റ്റോ ഓരോ സാധനം വന്ന ഇത് എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ പോകും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.